അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ദീനീ സ്നേഹികളെ, വിശ്വാസിനികളെ, പരിശുദ്ധമായ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരടിമയ്ക്ക് വാരിക്കോരി നൽകുന്ന റമളാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അള്ളാഹു ഈ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ബന്ധപ്പെട്ടവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സജ്ജനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അങ്ങനെ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കുകയും ജീവിച്ചിരിക്കുന്ന നമുക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ 2 പ്രകാശം കൊടുത്തിട്ടുണ്ട്, 2 ഇരുട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹുമായിട്ട് സംസാരിച്ച പ്രവാചകരാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹ് അതൊന്ന് വിശദീകരിച്ചാലും. അള്ളാഹ് പറയുന്നു, ഒന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആ പ്രകാശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് കൊടുത്ത ഒന്നാമത്തെ പ്രകാശം. രണ്ടാമത് റമളാൻ ഒരു പ്രകാശമുണ്ട്. അത് മറ്റു മാസങ്ങളെ പോലെയല്ല, അത് മാസങ്ങളുടെ നേതാവാണ്. ഈ 2 പ്രകാശം നമുക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യം അതൊരു സത്യവിശ്വാസിക്ക് മാത്രമേ കിട്ടൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാശം കൊടുത്തതുപോലെ തന്നെ അള്ളാഹു പറയുകയാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട്, 2 ഇരുട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഖബറിലെ ഇരുട്ടാണ്. 2 അവസാന നാളിലെ മഹ്ശറയിലെ ഖിയാമത്ത് നാളിലെ ഇരുട്ടാണ് എന്ന് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു. നമുക്കറിയാം, 29 അറബി കലണ്ടർ ചന്ദ്രമാസം അനുസരിച്ച് 29 അല്ലെങ്കിൽ 30 ദിവസങ്ങളിലായിട്ടാണ് ഒരു വർഷത്തിൽ ഒരു മാസം നോമ്പ് പോകുന്നത്. അത് 29 ആണെങ്കിലും 30 ആണെങ്കിലും ശരി, അതിനെ ഒറ്റയടിക്ക് ഒരേ പ്രതിഫലമായിട്ടല്ല അതിനെ തരം തിരിച്ചിരിക്കുന്നത്, ഒരേ പ്രത്യേകതയല്ല അതിന്. ആദ്യത്തെ 10 എന്ന് പറയുന്നത് അവ്വലുഹു റഹ്മത്തുൻ, അത് കാരുണ്യത്തിൻ്റെ 10 റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ 10 എന്ന് പറയുന്നത് മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10 ആണ്. മൂന്നാമത്തെ 10 എന്ന് പറയുന്നത് നരക മോചനത്തിൻ്റെ 10 ആണ്. അപ്പോൾ ആദ്യത്തെ 10 നോമ്പിൽ നമ്മൾ ദുആ ചെയ്യുന്നത് തന്നെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നാണ്. കാരുണ്യം കിട്ടിയവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ എന്നൊക്കെ അതിന് അർത്ഥങ്ങളുണ്ട്. 4 കാര്യങ്ങൾ അള്ളാഹുവിനോട് നാം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. അതിൽ 2 കാര്യങ്ങൾ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. 2 കാര്യങ്ങൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്ന് ചോദിക്കേണ്ട എന്നല്ല, എങ്കിലും അതിൻ്റെ ആ ഗാംഭീര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നിനക്ക് ആവശ്യമുണ്ട് എങ്കിൽ ചോദിക്കുക. പക്ഷേ ആദ്യത്തെ 2 കാര്യങ്ങൾ ഒഴിവാക്കാനേ പറ്റില്ല. ഒരു അടിമയിൽ നിന്ന് അള്ളാഹു ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് 30 ദിവസവും നമ്മുടെ 5 നേരത്തെ വഖത്തിന് ഇമാം സലാം വീട്ടി കഴിഞ്ഞ് ദുആ ഇറക്കുമ്പോൾ ഞാൻ ഇമാം പറയുകയും നമ്മൾ ആമീൻ പറയുകയും ചെയ്യുന്നതാണ്. നമ്മളും കൂടെ പറയാറുമുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹുവെ നീ മാത്രമാണെന്ന് ഞാൻ നാവ് കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ്, നീ ഞാൻ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത വൻ ദോഷങ്ങൾ, ചെറുദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാ എന്നാണ്. പിന്നെ നമ്മൾ 2 കാര്യങ്ങൾ ചോദിക്കുന്നത്, സ്വർഗം നീ എനിക്ക് തരണേ അല്ലാ, നരകത്തിൻ്റെ വാതിലുകൾ നീ കൊട്ടി അടയ്ക്കണേ അല്ലാ. ഇത് നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കേണ്ട ദുആയാണ്. ഈ 3 10കളിൽ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ള ആ ദുആ അവിടെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കണം. അങ്ങനെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10 അതിന് വേണ്ടിയുള്ള ദുആയും അവിടെ പറയുന്നുണ്ട്. അവസാനത്തെ 10 നരകമോചനത്തിന് വേണ്ടിയുള്ള ദുആയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നാണ് രണ്ടാമത്തെ 10 നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹുമ്മ അഗ്തിക്നി മിനന്നാർ വാദ്ഖിൽ ജന്നത യാ റബ്ബൽ ആലമീൻ തുടങ്ങി 3 10ലായിട്ട് വളരെ സമ്പൂർണ്ണമായ വീര്യമേറിയ ദുആ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു നോമ്പുകാരൻ
അദ്ദേഹം ഫറലായ നമസ്കാരം നോമ്പല്ലെങ്കിലും നോമ്പ് മാസത്തിലല്ലെങ്കിലും ഫറലായ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. എന്നാൽ അവശത കൊണ്ടും പ്രായാധിക്യം കൊണ്ടും നോമ്പ് പിടിച്ചവർക്ക് ഫറലിന് പുറമേ സുന്നത്തായ അമലുകളൊന്നും ചെയ്യാൻ ത്രാണിയില്ല, ശക്തിയില്ല, അവൻ ഉറക്കത്തിലാണ്. അപ്പോൾ മലക്കുകൾ അവനെ സന്ദർശിക്കാൻ വരുന്ന രാത്രിയിലാണെങ്കിൽ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, നിന്റെ അടിമ ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, മലക്കുകളെ, അവർ എനിക്ക് വേണ്ടി അമൽ ചെയ്ത് കുഴഞ്ഞ് ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്, അതുകൊണ്ട് ആ ഉറക്കത്തെ ഇബാദത്തായി അമലായിട്ട് അങ്ങ് എഴുതിയേക്കാൻ മലക്കുകളോട് പറയും. അതായത് ചുരുക്കി പറഞ്ഞാൽ നോമ്പുകാരൻ്റെ നിസ്കാരം മാത്രമല്ല, സദക്ക മാത്രമല്ല, സക്കാത്ത് മാത്രമല്ല, അവൻ്റെ ഉറക്കവും ആരാധനയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അവൻ്റെ അമലുകൾ ഇരട്ടിക്കപ്പെടും. ഞാൻ മുമ്പ് സംസാരിച്ചതുപോലെ അവൻ്റെ ഓരോ ഫറലിനും 70, അങ്ങനെ കൂലി കൂടുന്നതനുസരിച്ച് അവൻ്റെ അമലുകൾ ഇരട്ടിക്കപ്പെടുകയാണ്. പിന്നെ നോമ്പുകാരനുള്ള ഒരു സവിശേഷത, ഞാനും നിങ്ങളുമൊക്കെ പലരെ കൊണ്ടും ദുആ ചെയ്യിപ്പിക്കാറുണ്ട്, നമ്മൾ സ്വന്തമായിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ ഒരു നോമ്പുകാരൻ ഡയറക്റ്റായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ ദുആയ്ക്ക് ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ഉടനെ മറുപടി ഉണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി. 3 കൂട്ടം ആളുകളുടെ ദുആയ്ക്ക് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അവൻ ദുആ ചെയ്താൽ അള്ളാഹു അത് പിന്നത്തേക്ക് മാറ്റിവെക്കുകയില്ല, അത് തള്ളിക്കളയുകയുമില്ല. അതിലൊന്ന് അള്ളാഹിൻ്റെ റസൂൽ എണ്ണി പറഞ്ഞത് നോമ്പുകാരനാണ്. നോമ്പുകാരൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. മറ്റ് 2 കാര്യങ്ങൾ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമല്ലാത്തതുകൊണ്ട് അതിൽ കടക്കുന്നില്ല. അതൊന്നും മർദിതനാണ്, മറ്റേത് നീതിയുള്ള ഭരണാധികാരിയാണ്. അപ്പോൾ നോമ്പുകാരൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ശാരീരികമായി ചിന്തിച്ചാൽ തന്നെ വ്രതം കൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. ഉദാഹരണത്തിന് എനിക്കോ നിങ്ങൾക്കോ പനിയായിട്ട് നമ്മൾ വിദഗ്ധനായ ഒരു ഭൗതിക ഡോക്ടറെ സന്ദർശിക്കുകയാണെങ്കിൽ ഡോക്ടർ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം, കട്ടിയുള്ള ആഹാരങ്ങളെല്ലാം അങ്ങ് ഉപേക്ഷിക്കുക, പട്ടിണി കിടക്കുക എന്ന് വെച്ച് വെള്ളം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ അതുപോലെ കഞ്ഞി, തെളിഞ്ഞ വെള്ളം കുടിക്കുക, ഭക്ഷണം ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 30 ദിവസം നമ്മൾ നോമ്പ് 12 മണിക്കൂർ നമ്മൾ നോമ്പ് പിടിച്ച് പട്ടിണിയായി കിടക്കുമ്പോൾ നമ്മുടെ കരളും നമ്മുടെ തലച്ചോറും തമ്മിൽ ഒരു പ്രവർത്തനമുണ്ട്. ഈ 30 നോമ്പ് പിടിക്കുന്നവർക്ക് RCCയിലെ വിദഗ്ധരായ ഡോക്ടർമാർ ഇപ്പോൾ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു, ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതുപോലെ തന്നെ അവിടെ അദ്ദേഹം നിസ്കാരത്തെക്കുറിച്ചൊരു പഠനം നടത്തിയെന്ന് പറഞ്ഞു. അവിടെ വരുന്ന ക്യാൻസർ പേഷ്യൻറ്റിൽ ഏറ്റവും കുറവ് നെറ്റിയിൽ നിസ്കാര തഴമ്പുള്ളവർക്ക് ക്യാൻസർ വരാനുള്ള കുറവ് സാധ്യത വളരെ കുറവാണ്. കാരണം ആ സുജൂദ് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അതേപോലെയാണ് ഞാനും നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ 4444 ഞാടി ഞരമ്പുകൾക്കും അത് ഗുണം കിട്ടുന്ന രീതിയിലാണ് അള്ളാഹിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ക്യാൻസറിൻ്റെ സാധ്യത വളരെ കുറവാണ് എന്ന് വൈദ്യശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തി. അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിനകത്ത് കർമ്മശാസ്ത്രപരമായി നോമ്പിന് 2 ഫർളുകളാണ്. ഫജ്റിന് മുമ്പ്, പുലരിക്ക് മുമ്പ് തന്നെ, സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ നിയ്യത്ത് വെച്ചിരിക്കണം. നിയ്യത്ത് വെക്കാതെ നമുക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. 30 നോമ്പ് ഞാൻ പിടിച്ചേക്കാം എന്നൊരു നിയ്യത്തില്ല. ഓരോ നോമ്പിനും ഓരോ നിയ്യത്താണ്. അത് ഫജ്ർ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ ആ നിയ്യത്ത് വെക്കണം. അതുപോലെ തന്നെ കാഫിറാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനോ നിങ്ങളോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയ്യത്ത് ബാത്തിലാകുന്നതാണ്. അത് കറക്റ്റായിട്ട് നിയ്യത്ത് ചെയ്തെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. രണ്ടാമതായിട്ട് പറയുന്ന ഒരു ഫർള് എന്ന് പറയുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം. അതായത് സംയോഗം ചെയ്യുക, ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുക. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നോമ്പ് മുറിയുമെന്ന് മാത്രമല്ല, പകരമായിട്ട് ഈ ഭാര്യയ്ക്ക് അവിടെ നിബന്ധനയില്ല, ഭർത്താവിന് 60 നോമ്പ് പകരം പിടിച്ചു വീടുന്നുണ്ട്. അത് വൻ പാവങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ടാമത്, ഒരാൾ ഛർദ്ദിച്ചു, നോമ്പ് മുറിയില്ല. എന്നാൽ ഉണ്ടാക്കി ഛർദ്ദിക്കുക, വിരല് വായിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ ഛർദ്ദിക്കണമെന്ന നീയത്തിൽ ഉണ്ടാക്കി ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് ബാത്തിലാകും. സ്ഥൂല വസ്തുക്കൾ ഉള്ളിൽ പ്രവേശിക്കുക, കടത്ത് വിടുക. നമ്മളതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചെവിക്കകത്തോ മൂക്കിനകത്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇടുക, ഉള്ളിൽ പ്രവേശിപ്പിക്കുക. കട്ടിയുള്ള വസ്തുക്കൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പിച്ചാൽ അത് കാരണമായിട്ട് അയാളുടെ നോമ്പ് ബാത്തിലാകും. ഇന്ദ്രിയം സ്ഖലിപ്പിക്കുക, അതായത് സ്വയമായിട്ട് സ്വയം ഭോഗം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നോമ്പ് മുറിയുമെന്ന്, ബാത്തിലാകുമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അത് കർമ്മശാസ്ത്രപരമായി അത് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്ന് മാത്രമല്ല, അതെന്താ ഫറളാണ്, നിർബന്ധമാണ് ഇത്രയും കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇനി 2 കാര്യങ്ങൾ സുന്നത്തായിട്ട് 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അത്താഴം കഴിക്കുക.
അത്താഴം നിർബന്ധമാണ്. ചുമ്മാതങ്ങ് കഴിച്ചാൽ പോരാ. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഈ ചോറാണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും പലഹാര സാധനങ്ങളാണെങ്കിലും ഇത് കഴിക്കുമ്പോൾ അള്ളാഹുവെ നിനക്ക് വേണ്ടി നോമ്പ് പിടിക്കുന്നതിന്, ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇടയത്താഴം കഴിക്കുന്നു എന്നുകൂടി കരുതൽ പ്രബലമായ സുന്നത്താണ്. അത് വയറ് നിറച്ച് കഴിക്കൽ പാടില്ല. ഒരു പരിധിയിൽ കൂടുതൽ അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചോ അതുപോലെ ഭക്ഷണം കഴിക്കുക. അതേ അളവിൽ വെള്ളം കുടിക്കുക, ഒരു ഭാഗം ഒഴിച്ചിടുക. ഇനി നോമ്പ് മുറിക്ക് അസ്തമയം ഉറപ്പായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നോമ്പ്